ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് നാളെ 49 വയസ്സ് തികയും. ആനക്കഥകളിലെ നിത്യഹരിത നായകന് ഞായറാഴ്ച ആനത്താവളത്തിലെ പിൻതലമുറക്കാർ പ്രണാമമർപ്പിക്കും. ആനക്കഥകളിൽ ഭക്തിയുടെ പരിവേഷമായി നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂർ കേശവൻ 1976 ഡിസംബർ 2 ഏകാദശിയുടെ തലേന്നാണ് ചെരിഞ്ഞത്. കേശവൻ ചെരിഞ്ഞ സ്ഥലത്ത് 1977 ശില്പി MRD ദത്തന്റെ നേതൃത്വത്തിൽ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചു. കേശവന്റെ ഓർമ്മ പുതുക്കാനായി ഏകാദശിയുടെ തലേന്ന് ദേവസ്വം എല്ലാ വർഷവും അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഞായറാഴ്ച രാവിലെ 7 തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്നും ഗജഘോഷയാത്ര ആരംഭിക്കും. കൊമ്പൻ ബൽറാം, ഗുരുവായൂരപ്പന്റെയും ഇന്ദ്രസൻ കേശവന്റെയും രവികൃഷ്ണൻ മഹാലക്ഷ്മിയുടെയും ഛായാചിത്രങ്ങൾ വഹിച്ച് മുൻനിരയിൽ അണിനിരക്കുന്ന ഘോഷയാത്രയിൽ 10 ആനകൾ പങ്കെടുക്കും. മേൽപ്പാലം വഴി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി ക്ഷേത്രവും ക്ഷേത്രക്കുളവും പ്രദക്ഷിണം ചെയ്ത് ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലുള്ള കേശവ പ്രതിമയ്ക്ക് മുന്നിൽ അണിനിരക്കും. ഇന്ദ്രസൻ കേശവ പ്രതിമയ്ക്കരികിലെത്തി പുഷ്പചക്രം സമർപ്പിക്കും. കേശവന്റെ ആരാധകർ പുഷ്പാർച്ചന നടത്തും. തുടർന്ന് ആനത്താവളത്തിൽ ആനയൂട്ടും ഉണ്ടാകും.